ഹായ് മോംസ്. അപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകളിൽ സെൽ ചെയ്യുന്ന സെല്ലേഴ്സ് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് റിട്ടേൺ എന്നുള്ളത്. ഇത് നമുക്ക് ഇന്ന് ഒരു ദിവസം വന്നിട്ടുള്ള റിട്ടേൺസ് ആണ്. ഇത് മീഷോയിൽ നിന്ന് വന്ന റിട്ടേൺസ് മാത്രം. സോ ഇതിനെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ. സാധാരണയായി റിട്ടേൺസ് രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് കസ്റ്റമർ റിട്ടേൺ, പിന്നെ ഒന്ന് കൊറിയർ റിട്ടേൺ. അതിൽ കൊറിയർ റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ ഈ സാധനം പാക്ക് ചെയ്തിട്ട് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഈ സാധനം കൊറിയർ പാർട്ട്നേഴ്സിന് അവർക്ക് ഡെലിവറി ചെയ്യാൻ കഴിയാത്തതായിട്ട് വരാം. ഉദാഹരണത്തിന് ചില സമയങ്ങളിൽ കസ്റ്റമറിന് ഇവർ ഈ കൊറിയർ പാർട്ട്നേഴ്സ് വിളിക്കുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആ പാർസൽ റിട്ടേൺ വരും. ചില കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഈ സാധനം വേണ്ട എന്ന് റിജക്റ്റ് ചെയ്യും. ആ സമയത്ത് ഈ സാധനം തിരിച്ചു വരാം. പിന്നെ വേറൊരു റിട്ടേൺ ആണ് കസ്റ്റമർ റിട്ടേൺ. അതായത് ഈ കസ്റ്റമർ ഈ സാധനം ആക്സെപ്റ്റ് ചെയ്യും. ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിൽ ക്വാളിറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരത് റിട്ടേൺ അയക്കും. ഇതേ കസ്റ്റമർ റിട്ടേണിൽ വേറൊരു കേസും കൂടിയുണ്ട്. ചില കസ്റ്റമർ ഇന്ന് എനിക്ക് വന്ന 4 ഓർഡേഴ്സിൽ അത്തരത്തിലുള്ള പ്രൊഡക്റ്റാണ്. എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് അവര് കയ്യിൽ വെക്കും. എന്നിട്ട് വേറെ എന്തെങ്കിലും സാധനം, ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടിയത് ഒരു ബെഡ്ഷീറ്റ് ആണ്, പിന്നെ ഒരു യൂസ് ചെയ്ത ഒരു ടോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള എന്താ പറയാ, വളരെ മോശപ്പെട്ട രീതിയിലുള്ള റിട്ടേൺസ് ആണ് ചില സമയങ്ങളിൽ വരാത്തത്. നമ്മളെ സാധനം അവരെ കയ്യിൽ വെച്ചിട്ട് അവരെ എന്നുള്ള യൂസ് ചെയ്ത പഴയ സാധനങ്ങളാണ് നമുക്ക് തിരിച്ചയക്കുന്നത്. വളരെ മോശം. പക്ഷെ ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. മാത്രമല്ല ഈ കസ്റ്റമർ റിട്ടേണിൽ നമുക്ക് നഷ്ടം കൂടുതലാണ്. കാരണം നമുക്ക് ഈ സാധനം ഇവിടുന്ന് കസ്റ്റമർ കയ്യിലോട്ട് എത്തിക്കുമ്പോൾ 80 മുതൽ 90 രൂപ വരെ കൊറിയർ പാർട്ട്നേഴ്സ് ചാർജ് ഈടാക്കുന്നുണ്ട്. ഇതേ സാധനം റിട്ടേൺ ചെയ്യുമ്പോൾ അവർ അത് തിരിച്ചു തരുന്ന സമയത്ത് അതിനും ഇവര് 80 മുതൽ 90 രൂപ വരെ നമ്മളിത് ചാർജ് ചെയ്യും. പ്ലസ് ഇതിന്റെ പാക്കേജിങ് ചാർജ്, ലേബിളിങ്, ഇതൊക്കെ നമുക്ക് നഷ്ടമാണ്. മാത്രമല്ല ഈ സാധനം തിരിച്ചു വരുന്ന സമയത്ത്, ചിലപ്പോൾ നമ്മുടെ സാധനം തിരിച്ചു വരുന്ന സമയത്ത് അതിന്റെ ആ ഫ്രഷ്നെസ് കാണത്തില്ല. അത് മൊത്തം ചുക്കി ചുളുങ്ങി പല രീതിയിലായിരിക്കും സാധനം വരുന്നത്. അപ്പോൾ അതായത് ഈ നമുക്ക് ഒരു 3 സാധനം വിറ്റ് കിട്ടുന്ന പ്രോഫിറ്റ് ഒരു റിട്ടേൺ വരുന്നത് കൊണ്ട് പോയി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം റിട്ടേൺ ആക്കുന്നതിന് മുമ്പ് 3 വട്ടം ചിന്തിക്കുക. പിന്നെ സാധനം ഓർഡർ ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസ് നോക്കി അതിന്റെ ക്വാളിറ്റിയും കൂടി, അതായത് ഇപ്പോൾ ഒരു 100 രൂപക്കുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ 100 രൂപക്കുള്ള ക്വാളിറ്റിയെ പ്രതീക്ഷിക്കാവൂ. നിങ്ങൾ 100 രൂപ പേ ചെയ്തിട്ട് 1000 രൂപക്കുള്ള സാധനം പ്രതീക്ഷിച്ചിട്ട് സാധനം അതല്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നതുകൊണ്ട് കാര്യമില്ല. സോ പ്രൈസിനനുസരിച്ചുള്ള ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കയ്യിൽ കിട്ടുക. സോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ ലിസണിങ്.